Hallo, guten Tag und herzlichen willkommen. I welcome you all to yet another live session from Tiju's Academy. ഇന്നത്തെ നമ്മുടെ ഗ്രാമറിൻ്റെ ടോപ്പിക് ടെമ്പൊറാൽസേറ്റ്സ് ടൈം ക്ലോസസ് ഇൻ ജർമ്മൻ ആണ്. സോ വിൽ സീ വാട്ട് ഈസ് ടെമ്പൊറാൽസേറ്റ്സ്. So temporalsätze tells when something happens. So each connector shows a different time relationship. അപ്പോൾ ടെമ്പൊറാൽ എന്ന് പറഞ്ഞാൽ ടൈമാണ്, സേറ്റ്സ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസസ് ആണ്. അപ്പോൾ ഒരു ടൈം കാണിക്കുന്ന സെൻറ്റൻസസ് ആണ് ടെമ്പൊറാൽ സേറ്റ്സ്, റൈറ്റ്. സോ ഇതൊരു ടൈം കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു ഇവൻറ്റോ ഒരു ഇവൻറ്റ് വിത്ത് ടൈം അതിൻ്റെ ഒരു റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. സോ വി വിൽ ബി യൂസിങ് കണക്ടർ. ഇത് ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ കണക്ടേഴ്സ് യൂസ് ചെയ്യും, ലൈക്ക് ബിഫോർ, ആഫ്റ്റർ, വൈൽ, എക്സെട്ര. ഇങ്ങനത്തെ കണക്ടേഴ്സ് വെച്ചാണ് നമ്മൾ ടെമ്പൊറാൽ സെറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ ബിഫോർ, ആഫ്റ്റർ, വൈൽ ഇതിൻ്റെ ഡോയ്ഷ് ഒരു ട്രാൻസ്ലേഷൻ വെച്ച് അങ്ങനത്തെ കണക്ടേഴ്സാണ് നമ്മൾ ഇത് ടെമ്പൊറാൽ സെറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. വിൽ സീ വൺ ബൈ വൺ. സോ ദ ഫസ്റ്റ് ഈസ് വെൻ. വെൻ മീൻസ് വെൻ ഓർഡർ വെനെവർ. ഈ വെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി A2 ലെവൽ തൊട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെരി കോമൺ കണക്ടർ. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഫോർ റിപ്പീറ്റഡ് ഓർ ജനറൽ ആക്ഷൻസ് ഇൻ ദ പ്രസൻറ്റ്, പാസ്റ്റ് ഓർ ഫ്യൂച്ചർ. വെൻ ഈ കണക്ടർ യൂസ് ചെയ്യുന്നത് നമ്മൾ ആക്ഷൻസ് ഇൻ ദ പാസ്റ്റോ ആക്ഷൻസ് ഇൻ ദ പ്രസൻറ്റ് ഓർ ആക്ഷൻസ് ഇൻ ദ ഫ്യൂച്ചറിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ടൈമാണ് കാണിക്കുന്നത്. വിൽ സീ ഇറ്റ് വിൽ ഗെറ്റ് ക്ലിയർ വെൻ വി സീ ദ എക്സാമ്പിൾസ്. ഫസ്റ്റ് ഇസ് വെൻ എസ് Wochenende regnet, bleibe ich zu Hause und lese ein Buch. When it rains on weekend, I stay at home and read a book. അതായത് വോഹനണ്ടയിൽ വീക്കെൻഡിൽ വെൻ ഇറ്റ് റെയിൻസ് ഐ റിമെയിൻ അറ്റ് ഹോം. അപ്പോൾ അതെന്താണ്, ഒരു ടൈമാണ് കാണിക്കുന്നത്. വാട്ട് ഈസ് ദ ടൈം ഹിയർ? വോഹനണ്ടെ. ആൻഡ് വോഹനണ്ടയിൽ എന്താകുന്നു? രേഗ്നൻ ആവുന്നു, അതായത് റെയിനാണ്, മഴ പെയ്യുന്നു. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുക? വീട്ടിൽ നിൽക്കുന്നു, ബുക്ക് വായിക്കുന്നു. സോ നെക്സ്റ്റ് എക്സാമ്പിൾ, വെൻ ദി സൊന്നെ ഷൈൻഡ് ഗേ ഇസ് സ്പെസിയറൻ und trinke Kaffee im Park. When the sun shines, I go for a walk and drink coffee in the park. Obviously, sun shine ചെയ്യുമ്പം ഞാൻ എന്താ ചെയ്യും? വാക്കിന് വേണ്ടി പോകും. ആൻഡ് ഐ ഡ്രിങ്ക് കോഫി. അപ്പോൾ ഇവിടെ ഈ വെൻ എന്ന് പറഞ്ഞാൽ വെൻ ഓർ വെനെവർ. ഓക്കെ, രണ്ട് രീതിയിൽ ഇത് യൂസ് ചെയ്യാം. എക്സാമ്പിൾ, വെൻ ഇസ് സൈറ്റ് ഹാബേ ട്രൈബേ ഇഷ് സ്പോർട്ട്. എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? സ്പോർട്സ് ചെയ്യുന്നു. അപ്പോൾ ഇത് വെൻ ഓർഡർ വെനെവർ ആയിട്ടും നമുക്ക് ഇതിൻ്റെ അർത്ഥമായിട്ട് യൂസ് ചെയ്യാം. ദിസ് ഇസ് ദ ഫസ്റ്റ് കണക്ടർ വിച്ച് വി യൂസ് ടു ഫോം ടെമ്പൊറാൽ സെറ്റ്സ്. ഈ കണക്ടർ വെച്ച് ഈ സെൻറ്റൻസ് വെൻ എസ് Wochenende regnet, bleibe ich zu Hause, ഇതൊരു ടെമ്പൊറാൽ സെറ്റ്സാണ്. അതായത് ഇത് ടൈം ഷോയിങ് ഓർഡർ, ഒരു ടൈം ഷോയിങ് സെറ്റ്സാണ്, ഒരു ഇവൻറ്റ് കാണിക്കുന്ന ഒരു സെറ്റ്സാണ്. എപ്പോഴാണ് ഞാൻ വീട്ടിൽ നിൽക്കുന്നത്? വോഹനണ്ടയിൽ രേഗ്നനാവുമ്പോൾ, അതായത് മഴ പെയ്യുമ്പോൾ. വോഹനണ്ടെ വീക്കെൻഡിൽ മഴ പെയ്യുമ്പോൾ ഞാൻ വീട്ടിൽ നിൽക്കുന്നു. സോ ദിസ് ഇസ് ഷോയിങ് എ ടൈം പീരിയഡ്. അതുകൊണ്ട് ഇതെന്താണ്? ഒരു ടെമ്പൊറാൽ സെറ്റ്സ്. സോ വിൽ സീ ദ നെക്സ്റ്റ് കണക്ടർ. ദിസ് വാസ് ദ ഫസ്റ്റ് കണക്ടർ. ഇത് ആദ്യത്തെ കണക്ടർ ഫോർ ടെമ്പൊറാൽ സെറ്റ്സ് ഈസ് വെൻ. വെന്നിൻ്റെ അർത്ഥം വെൻ ഓർഡർ വെനെവർ. നെക്സ്റ്റ് നമ്മൾ നോക്കാം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആൾസ്. ആൾസ് അഗെയിൻ ഇറ്റ് ഈസ് വെൻ ബട്ട് ഫോർ എ സിംഗിൾ പാസ്റ്റ് ഇവൻറ്റ്. Meaning, used only for something that happened once in the past. പാസ്റ്റിൽ ഒരു തവണ കഴിഞ്ഞു പോയ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ആൾസ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഫസ്റ്റ് ആൾസ് ഇഷ് ein Kind war, spielte ich jeden Tag draußen. When I was a child, I played outside every day. So als ich ein Kind war, als ich Kind war, ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ. സോ ഐ വാസ് കിഡ് ഓൺലി വൺസ് ഇൻ മൈ ലൈഫ് ടൈം, റൈറ്റ്. അതുകൊണ്ട് അവിടെ എന്താ യൂസ് ചെയ്തേക്കുന്നത്? ആൾസ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അവിടെ വെന്ന് യൂസ് ചെയ്യാതെ ആൾസ് യൂസ് ചെയ്തേക്കുന്നത്. ആൾസ് ഈസ് ഫോർ എ സിംഗിൾ പാസ്റ്റ് ഇവൻറ്റ്. ഒരിക്കലും ഒരു തവണ മാത്രം നടന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ ആൾസ് യൂസ് ചെയ്യുന്നത്. സോ ദീസ് ടെമ്പൊറാലെ സെറ്റ്സ് വിൽ ബി നേബൻ സെറ്റ്സ്. നേബൻ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ കണക്ടർ കഴിഞ്ഞാൽ എൻഡേൽ, ആ സെറ്റ്സിനകത്ത് എൻഡേൽ എന്താ പോകുന്നത്? വെർബ് പോകുന്നത്. ആൻഡ് ഇഫ് വി റൈറ്റ് ദ കണക്ടർ അറ്റ് ഫസ്റ്റ്, നമ്മൾ ഫസ്റ്റിൽ തന്നെ കണക്ടർ യൂസ് ചെയ്താൽ, എക്സാമ്പിൾ ഈ സെൻറ്റൻസിൽ ആൾസ് ഇഷ് ein Kind war, അതിനകത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ആ കണക്ടർ യൂസ് ചെയ്തു ആൾസ്. അപ്പോൾ ഇത് പോകുമ്പം ഇത് കഴിഞ്ഞ് സബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞ് ഇൻഫോർമേഷൻ എഴുതുക, അത് കഴിഞ്ഞ് ലാസ്റ്റിലാണ് വാർ, വെർബ് കോൺജുഗേറ്റ് ചെയ്ത് വാർ എഴുതുക, അത് കഴിഞ്ഞ് കോമ ഇട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് വെർബ്. അപ്പോൾ ഇതിനകത്ത് വെർബ് കോമ വെർബ് കോൺജുഗേഷനാണ്. അപ്പം വെർബ് കഴിഞ്ഞ് വീണ്ടും ഒരു വെർബ് എഴുതുക, അത് കഴിഞ്ഞ് സബ്ജക്റ്റ് എഴുതി നെക്സ്റ്റ് ദ ഇൻഫോർമേഷൻ. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി യൂസ് ദ ആൾസ് ആസ് എ ടെമ്പൊറാൽ സെറ്റ്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബെഫോർ.
ഓക്കെ. ബെഫോർ എന്ന് പറഞ്ഞാൽ ബിഫോർ ഇംഗ്ലീഷിലെ ബിഫോർ മീനിങ് വൺ ആക്ഷൻ ഹാപ്പൻസ് ബിഫോർ അനദർ. ഒരു കാര്യം നടക്കുന്നതിന് മുമ്പേ വേറൊരു കാര്യം നടക്കുന്നു. അതാണ് നമ്മൾ ബെഫോർ വെച്ച് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഷ് ഫ്രൂസ് ടു കെ ബെഫോർ ഇഷ് സുവർ ആർബൈറ്റ് ഗേ. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ബിഫോർ ഐ ഗോ ടു വർക്ക്. അവിടെ ആദ്യം നടന്ന കാര്യം നമ്മൾ ഫസ്റ്റിൽ എഴുതും ഇഷ് ഫ്രൂസ് ടു കെ. പിന്നെ നടക്കുന്ന കാര്യം ഓക്കെ സെക്കൻഡ് ഇവൻറ്റ് എന്ന് അത് നമ്മൾ ബെഫോറിൻ്റെ കൂട്ടത്തിൽ എഴുതും. ബെഫോർ ഇഷ് സുവർ ആർബൈറ്റ് ഗേ. അവിടെ ഗേ ആൻഡ് വെർബ് ഗേയെ കോൺജുഗേറ്റ് ആക്കി വെർബിൻ്റെ സെൻറ്റൻസിൻ്റെ എൻഡ് നമ്മൾ അത് എഴുതിയിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് എക്സാമ്പിൾ, ബെഫോർ ഇഷ് ദസ് ഹൗസ് ഫർലാസെ ട്രിങ്കെ ഇഷ് ഐനൻ കഫേ. ബിഫോർ ഐ ലീവ് ദ ഹൗസ് ഐ ഡ്രിങ്ക് കോഫി. അപ്പോൾ ഈ ബിഫോർ ആണെങ്കിൽ നേബൻ സാറ്റ്സ് പോലെ സെക്കൻഡ് പാർട്ടിലും എഴുതാം, ഫസ്റ്റിലും ഇത് എഴുതാം. ഒരു സെൻറ്റൻസിൽ ബിഗിനിങ്ങിൽ തന്നെ ആദ്യം തന്നെ ബെഫോർ വെച്ച് നമുക്ക് സെൻറ്റൻസ് എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ബെഫോർ കഴിഞ്ഞ് സബ്ജക്റ്റ് ഇഷ് ദസ് ഹൗസ് ഫർലാസെ ഐ ലീവ് ദ ഹൗസ്. അപ്പോൾ ഫർലാസെ കോൺജുഗേറ്റ് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ കോമ ഇടുക. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വെർബ് ട്രിങ്കെ ഇഷ് ഐനൻ കഫി. ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു? കോഫി കുടിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു ബെഫോർ വെച്ചുള്ള സെൻറ്റൻസസ്. സോ ബെഫോർ ഈസ് ഒരു കാര്യം നടക്കുന്നതിൻ്റെ മുമ്പേ ചെയ്യുന്ന ഒരു കാര്യമാണ് ബെഫോറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുക. സോ വി ഹാവ് സീൻ വെൻ നോക്കി, ആൾസ് നോക്കി, ബെഫോർ നോക്കി. നൗ വി വിൽ സീ ദ നെക്സ്റ്റ് കണക്ടർ യൂസ്ഡ് ഫോർ ടെമ്പറൽസെറ്റ്സ്. നെക്സ്റ്റ് പറഞ്ഞാൽ നാഗ്ദം. ഒബ്വിയസ്ലി ബെഫോർ നമ്മൾ നോക്കുന്നു, ഇനിയും നമ്മൾ നോക്കാൻ പോകുന്ന നാഗ്ദം ഓർ ആഫ്റ്റർ. മീനിങ് വരും വൺ ആക്ഷൻ ഹാപ്പൻസ് ആഫ്റ്റർ അനദർ. സോ ഒരു കാര്യം നടക്കുന്ന കാര്യമാണ് നമ്മൾ നാഗ്ദം വെച്ച് എഴുതുന്നത്. സോ എക്സാമ്പിൾ വിൽ സി നാഗ്ദം ഇഷ് ഗെഗെസൻ ഹാബെ ഗേ ഇഷ് സ്പെറ്റ്സിയറൻ. ആഫ്റ്റർ ഐ ഈറ്റ് ഐ ഗോ ഫോർ എ വാക്ക്. നാഗ്ദം ഇഷ് ഗെഗെസൻ ഹാബെ ഗേ ഇഷ് സ്പെറ്റ്സിയറൻ. ആദ്യം നടന്ന കാര്യം നമ്മൾ നാഗ്ദം വെച്ച് എഴുതും. അപ്പോൾ ആഫ്റ്റർ ഐ ഈറ്റ് ഐ ഗോ ഫോർ എ വാക്ക്. നെക്സ്റ്റ് നാഗ്ദം നാഗ് ഹൗസ് ഗെക്കോമൻ ഇസ്റ്റ് സീറ്റ് ഫേൺ. ആഫ്റ്റർ ഹി കംസ് ഹോം ഹി വാച്ചസ് TV. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് എന്താണ്? ഒരു ഇവൻറ്റ് വെച്ച് ടൈം കാണിക്കുന്നതാണ് ഇതിനകത്ത്. ഓക്കെ. വെനെവർ ഐ ഈറ്റ്, ആഫ്റ്റർ ഐ ഈറ്റ് ഐ ഗോ ഫോർ എ വാക്ക്. നാഗ്ദം ഇഷ് ഗെഗെസൻ ഹാബെ ഗേ ഇഷ് സ്പെറ്റ്സിയറൻ. ഒരു ഇവൻറ്റ് വൈസ് ഒരു ടൈം കാണിക്കുന്ന ഒരു കാര്യമാണ്. സോ നെക്സ്റ്റ് ഇസ് നാഗ്ദം നാഗ് ഹൗസ് ഗെക്കോമൻ ഇസ്റ്റ്. അവന് വീട്ടിൽ വന്നു കഴിഞ്ഞ് അവൻ എന്ത് ചെയ്യുന്നു? TV കാണുന്നു. അപ്പോൾ അവന് വീട്ടിൽ വന്നു കഴിഞ്ഞ് TV കാണുന്നു. അതാണ് ആദ്യം എഴുതിയേക്കുന്നത് നാഗ്ദം നാഗ് ഹൗസ് ഗെക്കോമൻ ഈസ്റ്റ് സീറ്റ് ഫേൺ. വി നോ ഫേൺ സേ എന്ന് പറഞ്ഞാൽ ടു വാച്ച് TV. അതൊരു ട്രെൻഡ് ബാരെ വെർബ. അതായത് സേൻ്റെ കോൺജുഗേഷൻ സീറ്റായി, അത് കഴിഞ്ഞ് സബ്ജക്റ്റ് ആൻഡ് ലാസ്റ്റ് ഫേൺ. ഓക്കെ. സോ ദിസ് വാസ് നാഗ്ദം. നാഗ്ദം ഈസ് യൂസ്ഡ് ഫോർ ആഫ്റ്റർ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് വേറൊരു കാര്യം ചെയ്യുമ്പം നമ്മൾ നാഗ്ദമാണ് യൂസ് ചെയ്യുക. സോ ദീസ് ആർ ഓൾ ടെമ്പൊറാലെസെറ്റ്സ് ആണ്. നേബൻ സാറ്റ്സ് എന്ന് പറഞ്ഞാൽ വെർബ് എൻഡേ പോകും. ആൻഡ് ഫസ്റ്റിലും എഴുതാം. നേബൻ സാറ്റ്സ് ഫസ്റ്റിൽ എഴുതിയിട്ട് നമുക്ക് എഴുതാം. അങ്ങനെ എഴുതുമ്പം വെർബ് കോമ വെർബ് ആയിരിക്കും ആ സെൻറ്റൻസിൽ മിഡിലിൽ തന്നെ വെർബ് കോമ വെർബ കോൺജുഗേഷൻ ആയിട്ട് ആ സെൻറ്റൻസിൽ സ്ട്രക്ചറായിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് വിൽ സീ ദ നെക്സ്റ്റ് കണക്ടർ വേരൻറ്റ്. വേരൻറ്റ് എന്ന് പറഞ്ഞാൽ വൈൽ ഓർ ഡ്യൂറിങ്. ഒരു രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് നടക്കുന്ന അങ്ങനത്തെ സെൻറ്റൻസ് ആയിരിക്കും നമ്മൾ വേരൻറ്റ് വെച്ച് എഴുതുന്നത്. മീനിങ് ടു ആക്ഷൻസ് ഹാപ്പൻ അറ്റ് ദ സെയിം ടൈം. രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് ഒരേപോലെ നടക്കുന്നു. അപ്പോൾ നമ്മൾ വേരൻറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും. യു വിൽ സീ ദ എക്സാമ്പിൾ. വേരൻറ്റ് ഇഷ് കോഖെ യോറെ ഇഷ് മ്യൂസിക്. വൈൽ ഐ കുക്ക് ഐ ലിസൺ ടു മ്യൂസിക്. സോ വൈൽ കുക്കിംഗ് വാട്ട് ഐ ഡു? ഐ ലിസൺ ടു മ്യൂസിക്. അവിടെ കുക്കിങ്ങും ചെയ്യുന്നുണ്ട്, മ്യൂസിക്കും കേൾക്കുന്നുണ്ട്. സോ വേരൻറ്റ് ഇഷ് കോഖെ കോഖൻ്റെ കോഖെ യോറെ ഇഷ് മ്യൂസിക്. നെക്സ്റ്റ് എക്സാമ്പിൾ. വേരൻറ്റ് ലീസ്റ്റ് ഡ്രിങ്ക് ടേ. വൈൽ ഹി റീഡ്സ് ഹി ഡ്രിങ്ക്സ് ടീ. വൈൽ ഹി റീഡ്സ് രണ്ട് കാര്യങ്ങൾ. ഹീ ഈസ് റീഡിങ്, ഹീ ഈസ് ഡ്രിങ്കിങ് ടീ. അവന് വായിക്കുകയും ചെയ്യുന്നു, അവൻ എന്ത് ചെയ്യുന്നു? ടീ അതായത് ചായ കുടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ നമ്മൾ വേരൻ്റാണ് യൂസ് ചെയ്യുന്നത്. So this was about വേരൻറ്റ്. Next we'll see seit or seitdem. Since something started in the past and continues until now. ഒരു കാര്യം പാസ്റ്റിൽ തുടങ്ങി, ആ തുടക്കത്തിൻ്റെ കാര്യമാണ് സൈറ്റ് വെച്ച് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ. ആൻഡ് ദെൻ ഇറ്റ് ഈസ് കണ്ടിന്യൂ. അത് കഴിഞ്ഞ് അത് നടന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോൾ വരെ ഇന്ന് വരെ അത് നടന്നുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ സൈറ്റ് ഓർഡർ സൈറ്റ്ദേം വെച്ച് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ. Seitdem ich in Deutschland bin, lerne ich Deutsch.
Since I have been in Germany, I have been learning German. Seitdem ich in Deutschland bin. Since I have been in, ഞാൻ ജർമ്മനി എത്തിയ ആ സമയം തൊട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ജർമ്മൻ പഠിക്കുന്നു. അപ്പോൾ അവിടെ തൊട്ട് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുക, അതാണ് ഒരു സൈറ്റ് ഓർഡർ സൈറ്റ് വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് സൈറ്റ് ഇഷ് സ്പോർട്ട് മാക്കെ ഫ്യൂലെ ഇഷ് മിഷ് ബെസർ. സിൻസ് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് സ്പോർട്സ് ഐ ഫീൽ ബെറ്റർ. ഒബ്വിയസ്ലി സ്പോർട്സ് ചെയ്യുമ്പോൾ നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കും, ആക്റ്റീവ് ആയിട്ടിരിക്കും. സോ സിൻസ് ഐ ഹാവ് സ്റ്റാർട്ടഡ് ഡൂയിങ് സ്പോർട്സ് സൈറ്റ് ഇഷ് സ്പോർട്ട് മാകെ, ഞാൻ അത് ചെയ്യാൻ തുടങ്ങിയ തൊട്ട് ഐ ആം ഫീലിംഗ് ബെറ്റർ, എനിക്കത് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. ഐ ഫീൽ മൈസെൽഫ് ബെറ്റർ. അതാണ് നമ്മൾ സൈറ്റ് വെച്ച് സെൻറ്റൻസസ് യൂസ് ചെയ്യുന്നത്. അതായത് സൈറ്റ് വെച്ച് എഴുതുന്ന സെൻറ്റൻസസ് ദാറ്റ് ഈസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണിക്കുന്നതായിരിക്കും. അതിപ്പോൾ വരെ ആ ഇവൻറ്റ് ഇപ്പോൾ വരെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അഗെയിൻ ഇറ്റ് ഈസ് എ നെയ്ബൻസാറ്റ്സ്. അപ്പോൾ നെയ്ബൻസാറ്റ്സിൻ്റെ റൂൾ പോലെ തന്നെ പോവും. വെർബ് മൺഡേ ആയിരിക്കും. ഫസ്റ്റിൽ നമ്മൾ എഴുതിയെങ്കിൽ അത് വെർബ് കോമ വെർബ് സ്ട്രക്ചർ ആയിരിക്കും. സോ വിൽ സീ ദ നെക്സ്റ്റ് കണക്ടർ, that is sobald. Sobald എന്ന് പറഞ്ഞാൽ as soon as, meaning something happens immediately after another action. ഒരു കാര്യം നടന്നു കഴിഞ്ഞ് ഉടനെ തന്നെ വേറൊരു കാര്യം നടക്കുന്നു. അതാണ് നമ്മൾ sobald വെച്ച് നമ്മൾ എഴുതുന്നത്. എക്സാമ്പിൾ നോക്കാം. sobald ich zu Hause bin rufe ich dich an. as soon as I am at home I will call you. sobald ich zu Hause bin, as soon as, ഞാൻ വീട്ടിൽ എത്തുന്ന ആ സമയം ആ സമയം വെച്ച് ഞാൻ എന്ത് ചെയ്യും, നിന്നെ വിളിക്കും. അവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ ഉടനെ തന്നെ നിന്നെ വിളിക്കുന്നതായിരിക്കും. അതാണ് sobald ich zu Hause bin rufe ich dich an. നെക്സ്റ്റ് വരുന്ന sobald der Unterricht endet gehen wir essen. ഓബ്വിയസ്ലി സ്റ്റുഡൻസ് നല്ല വിശപ്പായിരിക്കും, unterricht തീരാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരിക്കും. അത് കഴിഞ്ഞ് അവരെന്തോ ചെയ്യും, എസ്സിന് വേണ്ടി പോകും. as soon as the class ends we will go to eat. so as soon as ഈ രീതിയിലാണ്, ഈ അർത്ഥത്തിലാണ് പോകുന്നത് sobald. ഓക്കെ, sobald der Unterricht ended, ഒരു കാര്യം അവിടെ തീരുമ്പം അല്ലെങ്കിൽ ഒരു കാര്യം അവിടെ സംഭവിക്കുമ്പം നെക്സ്റ്റ് ഒരു കാര്യം അവിടെ സംഭവിക്കുന്നു. അതാണ് gehen wir essen. so I hope sobald is clear. We'll move on to the next slide. Next is bis. Bis means until or till. An action continues up to a certain point of time. ഒരു കാര്യം, ഒരു സമയം, ഒരു എൻഡ് ലിമിറ്റ്, ഒരു ഡെഡ് ലൈൻ കാണിക്കുന്നതാണ് ബിസ്. ഓക്കെ, ഇതൊരു പ്രപ്പോസിഷനുമാണ്, പ്ലസ് ഇറ്റ് ഈസ് ഓൾസോ എ കണക്ടർ. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് അത് കണക്ടർ ആയിട്ടാണ്. എക്സാമ്പിൾ നോക്കാം. ഇഷ് വാർട്ടെ ഹിയർ ബിസ് ദു കോംസ്റ്റ്. ഐ വിൽ വെയിറ്റ് ഹിയർ അൺടിൽ യു കം. നീ വരുന്ന ആ സമയം വരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യും. സോ ടിൽ യു കം ഐ വിൽ വെയിറ്റ് ഹിയർ. നീ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ വെയിറ്റ് ചെയ്യില്ല. അതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ടിൽ ഒരു എൻഡിങ് പോയിന്റ്, ഒരു ഡെഡ് ലൈൻ. നെക്സ്റ്റ് എക്സാമ്പിൾ. സി ബ്ലൈബ്റ്റ് ഇൻ ബ്യൂറോ ബിസ് ദി ആർബൈറ്റ് ഫെർട്ടിഷ് ഇസ്റ്റ്. ഷീ സ്റ്റേസ് ഇൻ ദ ഓഫീസ് അൺടിൽ ദ വർക്ക് ഇസ് ഫിനിഷ്. അപ്പോൾ അവൾ ആ ഓഫീസിൽ എപ്പോൾ വരെ നിൽക്കും? ഓബ്വിയസ്ലി അവളുടെ വർക്ക് തീരുന്നവരെ, ആ സമയം വരെ അവൾ നിൽക്കും. സോ ഷീ സ്റ്റേസ് ഇൻ ദ ഓഫീസ് അൺടിൽ ദ വർക്ക് ഇസ് ഫിനിഷ്. അപ്പോൾ ബിസ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡിങ് പോയിന്റ് കാണിക്കുന്നത്. ഒരു കാര്യം കഴിഞ്ഞാൽ വേറൊരു കാര്യം എൻഡാകുന്നു. ആ സമയം അങ്ങനത്തെ സെൻറ്റൻസ് നമ്മൾ ബിസ് വെച്ച് യൂസ് ചെയ്യുന്നു. സോ ദീസ് വേർ ദ ടെമ്പൊറാലെസെറ്റ്സ്. I hope this is clear. We use this in all our schreiben expression. എല്ലാത്തിലും നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും. അത് ലേസിനകത്തും വരും, ഹ്യോറിനകത്തും വരും, schreiben expressionനകത്തും വരും. So I hope this is clear to you and it will be helpful for your exam. And okay then, bis bald. Tschüss, auf Wiedersehen.